നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരൂർ ദുരന്തം നടന്ന് ദിവസങ്ങൾ ഇത്രയും പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിൽ പ്രതികരിച്ചുകൊണ്ട് വിജയ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെയും വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് വിജയ്ക്കെതിരെ ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല, തമിഴ്നാട്ടിലുടനീളം വിജയുടെ പല പോസ്റ്റുകളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിജയുടെ ചിത്രം പതിച്ചിട്ടുള്ളത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതൊക്കെ തന്നെ വലിച്ചു പറിച്ച് കത്തിച്ചു കളയുന്ന ഒരു തമിഴ്നാട് ജനതയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിലും ജനങ്ങൾ അടങ്ങിയിരിക്കുന്നില്ല. വിജയെ അറസ്റ്റ് ചെയ്യാതെ അതുവരെ ഈ ഒരു പ്രതിഷേധം തുടരും, അല്ലെങ്കിൽ ഇത്തരത്തിൽ തങ്ങളുടെ ഈ ഒരു തങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഈ ഒരു രീതി തുടരുമെന്ന് തന്നെയാണ് ജനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിജയെ തേടിക്കൊണ്ട് ഇപ്പോൾ അമിത്ഷാ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ ഒരു വിളി എത്തുകയാണ്. പക്ഷേ വിജയ് അത് സംസാരിക്കാൻ വിസമ്മതിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിൽ നിന്നെത്തിയ ഫോൺ കോളിനോടാണ് വിജയ് മുഖം തിരിച്ചത്. ദുരന്തത്തിന്റെ പിറ്റേന്നായിരുന്നു അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് വിജയെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. എന്നാൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് വിജയ് പറഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ. അതിനിടെ വിജയ് തന്റെ സംസ്ഥാന പര്യടനം മാറ്റിവെച്ചു. ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ടിവിക്ക് വിജയുടെ സംസ്ഥാന പര്യടനം മാറ്റിവെക്കുന്നതായി അറിയിച്ചത്. അടുത്ത 2 ആഴ്ചത്തെ പൊതുയോഗങ്ങൾ മാറ്റിയെന്നാണ് ടിവിക്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. തൽക്കാലത്തേക്കാണ് നടപടി. നമ്മുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം കേന്ദ്രത്തിന്റെ ഒരു മന്ത്രി വിജയെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഫോൺ കോൾ എടുത്തില്ല, അദ്ദേഹം സംസാരിക്കാൻ വിസമ്മതിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. കരൂരിൽ ദുരന്തം നടന്ന ദിവസത്തെ പരിപാടിയുടെ മുഴുവൻ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ടിവിക്ക് നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാറിനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കരൂരിലെ ടിവിക്ക് റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ അടുത്ത 2 ആഴ്ചത്തെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായിട്ടാണ് ഇപ്പോൾ ടിവിക്ക് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. കരൂർ ദുരന്തത്തിൽ വിശദീകരണവുമായി വിജയ് രംഗത്ത് വന്നിരുന്നു. ഈ ദുരന്തത്തിന് ശേഷം ഇതാദ്യമായിട്ടായിരുന്നു വിജയ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ജീവിതത്തിൽ ഇത്രയും വേദന അനുഭവിച്ച സന്ദർഭം ഉണ്ടായിട്ടില്ലെന്ന് വിജയ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. ദുരിതത്തിലായവർക്കൊപ്പം താൻ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കരൂർ സംഭവത്തിൽ വിശദീകരണവുമായി തമിഴ് വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയുടെ ഈ ഒരു വീഡിയോ അതിന് താഴെയും നിരവധി ആളുകൾ കമന്റുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ വിജയുടെ ഒരു നാടകം മാത്രമാണ്. അദ്ദേഹം ഈ സംഭവം നടന്നപ്പോൾ അവിടെ നിന്ന് അടുത്ത സെക്കൻഡിൽ അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് ചെയ്തത്. അവിടെ നിൽക്കുകയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞും 1 ദിവസം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അദ്ദേഹം തനിക്ക് ദുഃഖം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. ഈ സമയത്തൊക്കെ തന്നെ എതിർകക്ഷികൾ ഈ പറയുന്ന ആശുപത്രിയിൽ കിടന്നിരുന്ന ആളുകളെ പോയി കാണുകയും അവർക്ക് വേണ്ടത്ര സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളൊക്കെ തന്നെ വിജയ്ക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കരൂർ ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു വിജയ് ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശത്തിലൂടെ ജനങ്ങളോട് സംസാരിച്ചത്. തനിക്കിപ്പോഴും വേദന മാത്രമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ആ വേദന വിജയുടെ ഈ പറയുന്ന മക്കൾ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. പാർട്ടി പ്രവർത്തകരെ വേട്ടയാടരുതെന്നും വിജയ് വീഡിയോയിലൂടെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സാർ, പ്രതികാരം ചെയ്യണമെങ്കിൽ എന്നോട് ചെയ്തോളൂ, പാർട്ടി പ്രവർത്തകരെ വേട്ടയാടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുരന്തത്തിന് പിന്നാലെ കരൂരിലേക്ക് പോകാത്ത സംഭവത്തിലും വിജയ് ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രശ്നം ഉണ്ടാകുമെന്നതിനാലാണ് ഞാൻ ആളുകളെ കാണാൻ കരൂരിലേക്ക് പോകാതിരുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുതെന്ന ആശയത്തോടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എത്രയും വേഗം എല്ലാ ആളുകളെയും കാണുമെന്നും വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂരിലെ ദുരന്തത്തിൽ DMK സർക്കാരിനെ വിമർശിക്കുന്നതിൽ കെ അണ്ണാമലൈ നിരുപാധികം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ദുരന്തത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിൽ വ്യക്തമായൊരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആൾക്കൂട്ടം തിക്കിലും തിരക്കിലും പെട്ട റാലിയിൽ പ്രധാന പങ്കുവഹിച്ച TVK മേധാവിയും സൂപ്പർ സ്റ്റാർ വിജയെ BJP നേതാവ് നേരിട്ട് കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നതും ഒരു ശ്രദ്ധേയമാണ്. അതായത് ഈ ഒരു വിഷയത്തിൽ BJP തൊട്ടും തലോടിയും മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം BJPക്ക് തമിഴ്നാട്ടിലൊരു ശത്രുവയല്ല വിജയുടെ വളർന്നു വരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം വിജയെ നേരിട്ട് ആക്രമിക്കാത്ത രീതിയിൽ ഒരു പ്രതികരണം BJP നേതാവ് അണ്ണാമലൈ അവിടെ നടത്തിയിട്ടുള്ളത്. ആശുപത്രിയിലെത്തിയ അണ്ണാമലൈ ദുരന്തത്തിന്റെ ഇരകളെ കണ്ട് സംസാരിച്ചു. മരിച്ചവരുടെ ഓരോ കുടുംബത്തിനും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. MP-മാരായ ഹേമമാലിനി, അനുരാഗ് താക്കൂർ, തേജസ്വി സൂര്യ എന്നിവരടങ്ങുന്ന BJPയുടെ ഉന്നതാധികാര വസ്തുതാ അന്വേഷണ സമിതിയോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ദുഃഖിതരായ കുടുംബങ്ങൾ പ്രധാനമായും അദ്ദേഹത്തിൽ നിന്നാണ് ആശ്വാസം തേടിയത്. ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെയും സ്ഥാനത്തിന്റെയും ജനപ്രീതിയുടെയും അടയാളമാണിത്. സോഷ്യൽ മീഡിയയിൽ പിന്തുണയ്ക്കുന്നവർ അദ്ദേഹത്തെ വസ്തുതകൾ ഉപയോഗിച്ച് ഏത് പ്രശ്നവും പരിഹരിക്കാൻ കഴിയുന്ന ഒരേയൊരു വിവേകശാലിയും കഴിവുമുള്ള ശക്തനായ നേതാവെന്നാണ് പ്രശംസിച്ചിരിക്കുന്നത്.
കരൂർ ദുരന്തം അണ്ണാമലൈ തന്റെ തീപ്പൊരി വ്യക്തിത്വം പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി മാറിയിരിക്കുന്നു. സഖ്യരാഷ്ട്രീയത്തിന്റെ പരിഗണനയിൽ അത് മൃദുവായി തോന്നി. എന്നാൽ പല രീതിയിലുള്ള ഊഹാപോഹങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. പക്ഷേ DMK-യുമായി വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. പക്ഷേ വിജയ് അദ്ദേഹത്തിന്റെ തീയിൽ നിന്ന് ഏറെക്കുറെ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കില്ല. സെപ്റ്റംബർ 27-ന് തിക്കിലും തിരക്കിലും പെട്ട് അത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം അണ്ണാമലൈ സ്റ്റാലിൻ സർക്കാരിനെ ഗുരുതരമായ അവഗണന എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. സുരക്ഷിതമായ ഒരു വേദി അനുവദിക്കുന്നതിലും വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലും ഭരണകക്ഷി പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. DMK അംഗങ്ങൾ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ മുഴുവൻ ജില്ലാ പോലീസ് സേനയെയും വിന്യസിക്കുന്ന DMK സർക്കാർ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന പരിപാടികൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നത് ഒരു ശീലമാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രതീക്ഷിക്കുന്ന ജനക്കൂട്ടത്തിന്റെ എണ്ണം വിലയിരുത്തുക, ഉചിതമായ സ്ഥലം തിരഞ്ഞെടുക്കുക, മതിയായ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക എന്നിവ പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും അണ്ണാമലൈ വാദിച്ചു. ദുരന്തം മതിയായ സുരക്ഷയുടെ ഫലമാണോ, മോശം ജനക്കൂട്ട നിയന്ത്രണം അല്ലെങ്കിൽ പെട്ടെന്നുള്ള വൈദ്യുതി തടസ്സം മൂലമാണോ എന്ന് നിർണ്ണയിക്കാൻ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്നുള്ള പത്രസമ്മേളനത്തിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. ഇന്നലെ നടന്ന ചടങ്ങ് 5000 പേരെ പോലും ഉൾക്കൊള്ളാൻ യോഗ്യമല്ലാത്ത സ്ഥലത്താണ്. 500 പേരെ വിന്യസിച്ചിട്ടുണ്ടെന്ന പോലീസിന്റെ അവകാശവാദങ്ങൾ വിശ്വസനീയമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. 100-ൽ താഴെ ഉദ്യോഗസ്ഥർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പൊതുയോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കഴിഞ്ഞ 4 വർഷമായി സർക്കാരിന്റെ വ്യവസ്ഥാപരമായ പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം തിക്കിലും തിരക്കിലും പെട്ട കേസ് CBIക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. ഈ അപകടത്തിൽ പ്രധാന കുറ്റവാളികൾ രഹസ്യാന്വേഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഏകാംഗ അന്വേഷണ കമ്മീഷൻ എന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം അപര്യാപ്തമാണെന്നും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഒരു ഘട്ടത്തിൽ സത്യസന്ധനായ ഒരു ദല്ലാൾ എന്ന നിലയിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ രാജി ആവശ്യപ്പെടുന്നതുവരെ അദ്ദേഹം സംസാരിച്ചു പോയി. DMK-യെക്കുറിച്ചുള്ള അണ്ണാമലയുടെ വിമർശനം കഠിനമായിരുന്നെങ്കിലും വിജയോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഏതാണ്ട് സംരക്ഷണപരമായിരുന്നു. നടനും രാഷ്ട്രീയക്കാരനുമായ വിജയെ അപലപിക്കുന്നതിൽ നിന്ന് BJP നേതാവ് ഒഴിഞ്ഞുമാറി അദ്ദേഹത്തെ പ്രതിരോധിക്കാനാണ് പരമാവധി ശ്രമിച്ചത്. വിജയ് 10,000 പേരെ പ്രതീക്ഷിക്കാം, പക്ഷെ 50,000 പേർ എത്തിയേക്കാം. അത് വിജയുടെ തെറ്റല്ല. ജനക്കൂട്ടത്തെ മുൻകൂട്ടി കണ്ട് പോലീസ് സേനയെ വേണ്ടത്ര വിന്യസിക്കുന്നത് സംസ്ഥാന പോലീസും ഇന്റലിജൻസുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിജയ് വൈകി എത്തിയതാണ് തിക്കിലും തിരക്കിലും കലാശിച്ചതെന്ന വാദങ്ങൾ പോലും അവഗണിക്കപ്പെട്ടു. അതിന് വിജയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അനുമതി കത്തിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ രാത്രി 10 വരെ പരിപാടി നടത്താൻ അനുവദിച്ചിരുന്നു. അത് തന്നെ ഒരു പോരായ്മയാണ്. എന്തുകൊണ്ടാണ് പോലീസ് അത്തരം സമയക്രമങ്ങൾ അനുവദിച്ചത്? ഇത് പോലീസിന്റെ പിഴവാണെന്നാണ് അണ്ണാമലൈ എടുത്തു പറഞ്ഞിരിക്കുന്നത്. വിജയെ കുറ്റപ്പെടുത്തരുത്, തെറ്റുകൾ സംഭവിക്കാം, നമ്മൾ അവരിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല TVK മേധാവിയെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കി വിജയ് തന്റെ പ്രചാരണ ശൈലി പുനഃക്രമീകരിക്കേണ്ടതുണ്ടെന്നും അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ BJPയുടെ തന്ത്രപരമായ സ്ഥാനത്തെയാണ് ഈ വ്യത്യാസം പ്രതിഫലിപ്പിക്കുന്നത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി ചരിത്രപരമായി DMK-യും AIDMK-യും ആധിപത്യം പുലർത്തിയിരുന്നു. ദേശീയ പാർട്ടികൾ കടന്നുകയറാൻ പാടുപെടുന്നു. ദ്രാവിഡ പ്രമുഖർക്കെതിരായ അണ്ണാമലയുടെ ആക്രമണാത്മകമായ തുറന്നു പറച്ചിൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് AIADMK-യിൽ വിള്ളൽ വീഴ്ത്തി. അന്ന് BJP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും പരാജയം സംഭവിച്ചു. AIADMK-യുമായുള്ള ബന്ധം പുനരുജ്ജീവിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത വർഷം NDA സംസ്ഥാനത്ത് വിജയിച്ചാൽ അധികാര പങ്കിടൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം തന്നെ വിജയെ സംരക്ഷിക്കുന്ന രീതിയിലും DMK സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് തമിഴ്നാട് BJP കൈക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടായിരിക്കും കേന്ദ്രമന്ത്രി അമിത്ഷാ ഇപ്പോൾ വിജയെ നേരിട്ട് വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം സംസാരിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.